ചിക്കൻ ചങ്കീസി ഒരു നോർത്ത് ഇന്ത്യൻ കറിയാണ് കേട്ടോ. നമ്മുടെ ബട്ടർ ചിക്കനുമായിട്ട് ഏകദേശമൊക്കെ സാമ്യമുണ്ട്. ഇതൊരു സ്ഥലപ്പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അല്പം മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ MDHൻ്റെ ഗരം മസാല. നമ്മൾ നോർത്ത് ഇന്ത്യൻ കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും MDHൻ്റെ ഗരം മസാലയാണ് നല്ല കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം ആംചൂർ പൗഡർ, മാംഗോ പൗഡറും ആവശ്യത്തിന് ഉപ്പും 1 കപ്പ് തൈരും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ. അടുത്തത് നമുക്ക് ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കണം. അതിനുവേണ്ടി സവോള, ടൊമാറ്റോ ഇത്യാദി സാധനങ്ങളൊക്കെ വേണം. ഒരു കടായി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഹോൾ ഗരം മസാലാസ് ഇട്ട് കൊടുക്കുക. ബേ ലീഫ്, ഗ്രാമ്പു, പട്ട, ഏലക്ക ഇവയെല്ലാം. അതിൻ്റെ കൂടെ ഒരു 10 പിരിയൻ മുളകും 2 സവോള വലുതായി കട്ട് ചെയ്തതും 1 തുടം വെളുത്തുള്ളിയും 1 പച്ചമുളകും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും കുറച്ച് കാഷ്നട്ടും 1 ടീസ്പൂൺ ജീരകവും 2 വലിയ ടൊമാറ്റോ അല്ലെങ്കിൽ 3 ചെറിയ ടൊമാറ്റോ. ഇത് ചെറിയൊരു പുളിയുള്ളൊരു കറിയാണ് കേട്ടോ. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് വേവിക്കാനായിട്ട് വെക്കാം. നല്ലതുപോലെ വെന്ത് കിട്ടണം. അപ്പോൾ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. വെള്ളം ഫുള്ള് വറ്റി വന്നിട്ടുണ്ട്, തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്ക് വേറൊരു കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിലും കുറച്ച് ഗീയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലതുപോലെ ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ആ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ആ ഒരു എണ്ണയിൽ ഇങ്ങനെ വരുന്നതിന് വേണ്ടിയായിട്ട് അത്രയും ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. നമ്മളുടെ മസാല എല്ലാം നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് അരച്ചെടുക്കുക. ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരണം കേട്ടോ. ഞാൻ കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് അരയ്ക്കുന്നതെന്ന് വെച്ചാൽ ബിക്കോസ് അത് തണുത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണേ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അരച്ച് വെച്ചിരിക്കുന്ന മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കസൂരി മേത്തി അത് ഒന്ന് ചൂടാക്കി പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. അത് ഏകദേശം 1 ടീസ്പൂണോളം ഉണ്ട്. ഇനി നമുക്ക് വാഷ് ഔട്ട് ചെയ്ത മിക്സി വാഷ് ഔട്ട് ചെയ്ത വെള്ളം അതും ഒരു 1/2 കപ്പോളം ചേർത്ത് അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റും കൂടെ അരച്ച് വെക്കണം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിൽ നമ്മൾ ക്രീം കൂടെ ചേർക്കുന്നുണ്ട്. അത് ഒരു 1/2 കപ്പ് ക്രീമാണ്. അപ്പോൾ 10 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ക്രീം ചേർത്ത് കൊടുക്കുക കേട്ടോ. ക്രീം ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നമുക്ക് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറി ഏകദേശം ആയിക്കഴിഞ്ഞു. ഇനി ഇതിൽ താളിക്കണം കേട്ടോ. അതിന് വേണ്ടി ഞാനിവിടെ ബട്ടറാണ് എടുക്കുന്നത്. ഒരു വലിയൊരു ക്യൂബ് ബട്ടർ എടുത്ത് ചൂടാക്കിയതിന് ശേഷം അതിൽ ലേശം മുളക് പൊടിയിട്ട് ഒന്ന് ഫ്ലെയിം അപ്പം തന്നെ ഓഫ് ചെയ്യണം. മുളക് പൊടി ഇട്ടോണ്ട് കരിഞ്ഞു പോകരുത്. എന്നിട്ട് നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്താൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായ കറിയാണ്. ബട്ടർ ചിക്കനുമായിട്ട് സാമ്യം ഉണ്ടെങ്കിലും, ഉണ്ടാക്കുന്ന ഗ്രേവി ബട്ടർ ചിക്കനുമായിട്ട് സാമ്യം ഉണ്ടെങ്കിലും ടേസ്റ്റ് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ഞാനാണ് ഉണ്ടാക്കിയത്, ബട്ടർ ഞാനാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളൊരു കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി അടുത്ത പ്രാവശ്യം ബട്ടർ ഞാൻ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇട്ടുതരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ കറിയൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.